പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. ആരും തന്നെ അതിൽ നിന്നും പിന്മാറുവാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നും അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ, കുർബാനയിൽ മുട്ടിപ്പോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം യുദ്ധത്തിൽ നിന്നും എല്ലാവരും പിന്മാറുവാൻ വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇലക്ഷൻ യുദ്ധത്തിൻ്റെയും പാർട്ടി യുദ്ധത്തിൻ്റെയും പിന്നാലായതുകൊണ്ട് യുദ്ധഭൂമിയിലെ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ലെബനനിലെ ക്ലായിൽ മാർണോയ്റ്റ് റിത്തിൽപ്പെട്ട ഒരു കത്തോലിക്ക പുരോഹിതൻ കൊല്ലപ്പെട്ടതായിട്ട് ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഫാദർ എൽ റാഹിക്ക് തൻ്റെ ഇടവകയിലെ പർവ്വത പ്രദേശത്തുള്ള ഒരു വീടിന് നേരെ ഇസ്രായേൽ ടാങ്ക് ഷെല്ലാക്രമണം നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഫാദർ എൽ റാഹി നിരവധി യുവാക്കളുമായിട്ട് ആ വീട്ടിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് രണ്ടാമതും ഇസ്രായേൽ ടാങ്കിൽ നിന്നും ഷെല്ലാക്രമണം ഉണ്ടായി. ഇതിൽ ഫാദർ എൽ റാഹി ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും പ്രാദേശിക ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ഉണ്ടായി. അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഫാദർ എൽ റാഹി. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ടായി. വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവേ ടയറിലും ഡെമനൻസിലുമുള്ള ലാറ്റിൻ റീത്ത് ഇടവക വികാരി ഫാദർ തൗഫിക് ബൗമെർഹി പറഞ്ഞ വാക്ക് ഇപ്രകാരമായിരുന്നു: 50 വയസ്സുള്ള ഫാദർ എൽ റാഹി തൻ്റെ ഇടവകയിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു യഥാർത്ഥ ഇടയനായിരുന്നു. തെക്കൻ ലെബനിൽ നിന്നും 3 ലക്ഷത്തിലധികം ആളുകൾ സുരക്ഷ തേടി പോയിട്ടുണ്ടെന്ന് ഫാദർ മെർഹി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഫാദർ എൽ റാഹിയുടെ മൃതസംസ്കാര വേളയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: We say and repeat that the last thing that must not die in us is hope in the Lord, who always gives us the strength to continue. Enough war, enough violence, weapons, as the Pope said, do not generate peace. They generate massacres and hatred. All we ask is to live with little dignity. നമ്മൾ മരിക്കുവാൻ പാടില്ലാത്ത അവസാന കാര്യം കർത്താവിലുള്ള പ്രത്യാശയാണെന്ന് ഞങ്ങൾ പറയുകയും ആവർത്തിക്കുകയും ചെയ്യുന്നു. അവനെപ്പോഴും തുടരാൻ നമുക്ക് ശക്തി നൽകുന്നു. മതി യുദ്ധം, മതി അക്രമം. പാപ്പ പറഞ്ഞതുപോലെ ആയുധങ്ങൾ സമാധാനം സൃഷ്ടിക്കുന്നില്ല, അവ കൂട്ടക്കൊലകളും വിദ്വേഷവും സൃഷ്ടിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്പം അന്തസ്സോടെ ജീവിക്കുവാൻ സാധിക്കുക എന്നതാണ്. എന്നെയേറെ സ്പർശിച്ചത് ഫാദർ മെർഹിയുടെ ഈ വാക്കുകളാണ്: We say and repeat that the last thing that must not die in us is hope in the Lord, who always gives us the strength to continue. നമ്മൾ മരിക്കുവാൻ പാടില്ലാത്ത അവസാന കാര്യം കർത്താവിലുള്ള പ്രത്യാശയാണ് ഞങ്ങൾ ആവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നു. കാരണം അവിടുന്നാണ് എപ്പോഴും തുടരുവാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരിലും എന്നും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കർത്താവിലുള്ള പ്രത്യാശ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ഒരു ആത്മീയ കരുത്താണ് കർത്താവിലുള്ള പ്രത്യാശ. സ്പിരിച്വൽ സ്റ്റാമിന എന്ന് പറയാം. ഓർക്കുക, നിരാശയിൽ, സഹനത്തിൽ പ്രത്യാശയുടെ മരണം അപകടമാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മൾ നിരാശ കൊണ്ട് നിറയ്ക്കുക എന്നത്. അതിനാൽ പ്രത്യാശ കൊണ്ട് നാം നിറയേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ യുദ്ധഭൂമിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കുറച്ച് കോളുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇന്നലെ വിളിച്ച എൻ്റെ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു: അച്ഛാ, ഇവിടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അവ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം. മറ്റൊരാൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിലൂടെ 5 മിസൈലുകൾ കടന്നുപോയി. കുറച്ചകലെയുള്ള റിഫൈനറി തകർക്കുകയുണ്ടായി. ഭീതി ഒഴിയാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധികം രാത്രികളിലും സമാധാനമായിട്ട് ഉറങ്ങുവാൻ പറ്റുന്നില്ല. വേറെ ഒരാൾ വളരെയധികം പരിഭവത്തോടു കൂടി പറഞ്ഞു: പലരിൽ നിന്നും കടം വാങ്ങിയാണ് ഇവിടെ ഈ നാട്ടിലെത്തിയത്. ജോലിക്ക് വേണ്ടി പലയിടങ്ങളും അലഞ്ഞു, ഇതുവരെ ഒന്നും കിട്ടിയതുമില്ല. പൈസ എല്ലാം തീരാറായി. ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ്. പലരുടെയും ഫോൺ കോളുകളും നിരാശ കലർന്ന വാക്കുകളുമായിരുന്നു. ഞാൻ അവരെ പലരെയും ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനൊക്കെ ശ്രമിച്ചു. എന്നാൽ
കുറച്ച് പേര് മാത്രമാണ് പ്രത്യാശയോടെ സംസാരിച്ചത്. അച്ഛാ, ഈ ദുരിതത്തിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുവാനും അവനിൽ ശരണപ്പെടുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. ദൈവം കൈവിടില്ലെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശയാണ് പലരെ നയിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക പ്രത്യാശ നഷ്ടപ്പെട്ട 2 സഹോദരിമാരെയാണ്. സഹോദരനായ ലാസറിൻ്റെ മരണത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട 2 സഹോദരിമാരും ഈശോയോട് പരിഭവം പറയുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 20 മുതൽ 21 വരെയുള്ള വചനത്തിൽ, യേശു വരണമെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നിരാശകരമായ വാക്കുകൾ ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കാണുന്ന ഈശോയും മർത്തയും തമ്മിലുള്ള സംഭാഷണം പുരോഗമിക്കുകയാണ്. അവരുടെ സംഭാഷണത്തിനൊടുവിൽ മറിയം ഈശോയുടെ അടുക്കൽ എത്തിച്ചേരുന്നുണ്ട്. ഈശോയോട് മറിയത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 32-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, മറിയം യേശു നിന്നെടുത്ത് വന്നു, അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ഈശോയുമായുള്ള ഇവരുടെ 2 പേരുടെയും സംഭാഷണത്തിൽ നിരാശ കലർന്ന വാക്കുകൾ ദൃശ്യമാണ്. നിരാശയുടെ ഭാവം ഇവിടെ വ്യക്തമാണ്. 2 പേരും ഒരേപോലെ ആവർത്തിച്ചൊരു കാര്യമാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈശോയിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ സഹോദരൻ്റെ മരണം വലിയ വേദനയുളവാക്കി, വലിയൊരു ശൂന്യത സൃഷ്ടിച്ചു. നിരവധി തവണ ഈശോ അവരുടെ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈശോ ഈ 2 സഹോദരിമാർ സ്നേഹത്തോടെ വിളമ്പിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചില രാത്രികളിൽ അവിടെ അന്തി ഉറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനേക്കാൾ ഉപരിയായി ഈശോ സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ ഭവനമായിരുന്നു അത്. എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ഈശോയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ മരണം ഈശോയും ആ 2 സഹോദരിമാരും തളർത്തി. പ്രത്യാശ നഷ്ടപ്പെട്ട അവരോട് ഈശോയ്ക്ക് ഒന്ന് മാത്രം പറയുവാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വചനത്തിൽ വായിക്കുന്നു. യോഹന്നാൻ 11:40 യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവർക്ക് വലിയ പ്രത്യാശ നൽകുന്നതായിരുന്നു കർത്താവിൻ്റെ ഈ വചസ്സുകൾ. തുടർന്ന് നമ്മൾ കാണുന്ന ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു. അവരുടെ നിരാശ അകറ്റുവാനും ജീവൻ്റെ മരണത്തിൻ്റെ മേലുള്ള ഈശോയുടെ അധികാരത്തെ അത്ഭുത ശക്തി വെളിപ്പെടുത്തുവാൻ കൂടിയാണ് ഈശോ ഇവിടെ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് ഈശോ അവരുടെ നിരാശയകറ്റി പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാണ്. ഇന്നത്തെ 1-ാം വായനയിലും കാണാൻ സാധിക്കുക പ്രത്യാശയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്ന എസേക്കിയേൽ 37:12 മുതൽ 14 വരെയുള്ള വചനത്തിൽ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്നു നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് കഴിയുകയായിരുന്നു ഇസ്രായേൽ ജനത. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ അവർക്ക് കാലക്രമേണ അവരുടെ ഭാഷ നഷ്ടപ്പെട്ടു, അവരുടെ സംസ്കാരം നഷ്ടപ്പെട്ടു, അവരുടെ ആചാരങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ ആരാധനക്രമം നഷ്ടപ്പെട്ടു. ചിലർ അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. സ്വന്തം ദേശത്തേക്ക് മടങ്ങുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ പോലും അവർക്ക് നഷ്ടപ്പെട്ടു. ഇത്രമാത്രം യാതനകൾ അനുഭവിക്കുന്ന ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലിനെ മരിച്ചവരെ പോലെ കണക്കാക്കാം. അങ്ങനെ വലിയ നിരാശയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷ നൽകുന്നതായിരുന്നു എസേക്കിയേൽ പ്രവാചകൻ്റെ വാക്കുകൾ. പിന്നീട് ദൈവം അവരെ എങ്ങനെ ഒരു ശ്രേഷ്ഠ ജനതയെ വളർത്തിയെന്ന് വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. തുടർന്നും നമുക്കറിയാം, നിരവധിയായിട്ടുള്ള യാതനകൾ അവർ അനുഭവിച്ചിട്ട് പോലും, അവരെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുവാൻ പലരും പരിശ്രമിച്ചിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നും ഒരു വലിയ ജനതയായിട്ട് അവർ മാറി. അതിജീവനത്തിന് വേണ്ടി ഇന്നും അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നതിന് വലിയ തെളിവാണത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിരാശപ്പെടാതെ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും. അവിടെ നിന്ന് നമ്മളെ കൈവിടില്ലെന്നതിന് വലിയ തെളിവാണ് ഇസ്രായേൽ ജനതയുടെ ചരിത്രം. ഇന്നത്തെ 2-ാം വായനയിലും വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തു ജീവിതം മനുഷ്യപ്രയത്നം മാത്രമല്ല, നമ്മുടെ
ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവാണ് നമ്മളെ സഹായിക്കുക. ആത്മാവ് നിശബ്ദമായും ക്ഷമയോടെയും നമ്മെ സഹായിക്കുന്നു, ക്രിസ്തുവിനെ പോലെ കൂടുതൽ ജീവിക്കുവാനൊക്കെയായിട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം തകർച്ചയുടെ വക്കിലാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ? കരകയറാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ലാസറിനെ പോലെ നിരാശാജനകമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിച്ചേക്കാം. പക്ഷേ നമ്മുടെ പോരാട്ടങ്ങളിൽ നിന്നും ദൈവത്തിന് പുതിയ ജീവൻ കൊണ്ടുവരുവാൻ കഴിയും. പ്രത്യാശയോടെ ആയിരിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും, വളർത്തും, ഉന്നതിയിലേക്ക് നയിക്കും. എന്നും ഓർക്കാം, നമ്മൾ മരിക്കുവാൻ പാടില്ലാത്ത അവസാന കാര്യം കർത്താവിലുള്ള പ്രത്യാശയാണെന്ന്. ദൈവം നമ്മളെ എല്ലാവരും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.